ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 2 ചൊവ്വാഴ്ചയാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ശക്തമായ നിലയിൽ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഉള്ളത്. ഇന്ന് രാവിലെ ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് 30 മുതൽ 40 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്നാണ്. അങ്ങനെ അത്തരത്തിൽ വരികയാണെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ തന്നെയായിരിക്കും ആദ്യ മണിക്കൂറിൽ തന്നെ ടച്ച് ചെയ്യുക. ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ വിൻഫോൾ ടാക്സ് കുറച്ചിരിക്കുന്നു. ഇന്ത്യയുടെ കാലാവസ്ഥ സംബന്ധിച്ച ഒരു അപ്ഡേറ്റ് ഉള്ളത്. ജൂൺ മാസത്തിൽ 11% മഴ കുറഞ്ഞു. ഓട്ടോ സെയിൽസ് ഡാറ്റ പുറത്തു വന്നു. അങ്ങനെ ഒത്തിരിയേറെ വാർത്തകൾ നിറഞ്ഞ ഒരു ദിവസം തന്നെയാണ് ഇന്ന്. ഇനി US യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ഇന്നലെ ക്ലോസ് ചെയ്യുന്ന മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ മാർക്കറ്റുകൾ ഇടിവിലാണ്. ഇന്ന് US ഫെഡറൽ ചെയർ ജെറോം പവലിന്റെ സ്പീച്ച് ഉണ്ട്. അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് ഉള്ള ഒരു വീഡിയോ തന്നെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ഇന്ന് നമ്മൾ പറയുന്ന ആദ്യത്തെ വാർത്ത ജൂൺ മാസത്തിൽ ഇന്ത്യയിൽ 11% മഴ കുറഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ്. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ജൂൺ മാസത്തിൽ ഇന്ത്യയിൽ 11% മഴ കുറവ് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞു. 2001 ശേഷമുള്ള ജൂണിലെ ഏറ്റവും കുറഞ്ഞ 7ാമത്തെ മഴയാണ് ഇത്തരത്തിൽ ലഭിക്കുന്നത്. മഴ നേരത്തെ ആരംഭിച്ചതിന് ശേഷം മഹാരാഷ്ട്ര വരെ മൺസൂൺ സാധാരണയായി പുരോഗമിച്ചെങ്കിലും പല സംസ്ഥാനങ്ങളിലും മഴ വൈകുകയും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഉഷ്ണതരംഗം ഉണ്ടാകുകയും ചെയ്തു. ഏതായാലും മഴ കുറയുന്നത് കാർഷിക മേഖലയെ സംബന്ധിച്ച് അത്ര നല്ലൊരു വാർത്തയല്ല. പ്രത്യേകിച്ച് ഖാരിഫ് വിളകളായ നെല്ല്, ചോളം, പഴവർഗ്ഗങ്ങൾ എന്നിവ വിതയ്ക്കുന്നതിന് കൃത്യസമയത്തും മതിയായ മഴയും അത്യാവശ്യമാണ്. നോർത്ത് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ജൂൺ മാസത്തെ അവസാനത്തെ ആഴ്ചയിൽ ശക്തമായ മഴയുണ്ടായി. അതിലൂടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇതും കൃഷിക്ക് മോശമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. ഇന്നലെ കാർ സെയിൽസ് ഡാറ്റ പുറത്തു വന്നിരുന്നു. ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയിട്ട് തന്നെയാണ് ഡാറ്റ പുറത്തു വന്നത്. ഓവറോൾ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിൽ ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 3.7% വർധനവുണ്ടായിട്ടുണ്ട്. മാരുതി സുസുക്കിയുടെ കണക്കുകൾ നോക്കിയാൽ വർഷാവർഷം 3% വർധനവുണ്ടായിട്ടുണ്ട്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ 1.2% വർധനവാണ് വന്നിരിക്കുന്നത്. എക്സ്പോർട്ടിൽ 57% വർധനവുണ്ടായിരിക്കുന്നു. സെയിൽസിൽ ഒരു ഇടിവ് സംഭവിച്ചിരിക്കുന്നത് സ്മോൾ കാർ സെഗ്മെന്റിലാണ്. ഓൾട്ടോ, എസ്പ്രസോ എന്നീ വിഭാഗങ്ങളിലാണ് ഒരു ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. അടുത്തത് ഹുണ്ടായി ആണ്. ഇയർ ഓൺ ഇയറിൽ 1.22% ഇടിവാണ്. 5.68% വർധനവ് ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോഴും വന്നിരിക്കുന്നു. അടുത്തത് ടാറ്റ മോട്ടോഴ്സ് ആണ്. കഴിഞ്ഞ വർഷവുമായി കമ്പയർ ചെയ്യുമ്പോൾ 8% ഇടിവ് സെയിൽസിൽ വന്നിരിക്കുന്നു. അടുത്തത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. നെറ്റ് പ്രോഫിറ്റിൽ 23% വർധനവാണ് കഴിഞ്ഞ വർഷവുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. 2 വീലർ സെയിൽസിൽ ബജാജ് ഓട്ടോ ഇയർ ഓൺ ഇയറിൽ 7% വർധനവുണ്ടാക്കിയിരിക്കുന്നു. ഹോണ്ട കമ്പനിയാണ് വലിയ നേട്ടമുണ്ടാക്കിയത്. ഇയർ ഓൺ ഇയറിൽ 60% വർധനവാണ് സെയിൽസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. TVS മോട്ടോഴ്സ് ഇയർ ഓൺ ഇയറിൽ 5% വർധനവും നേടിയിരിക്കുന്നു. മറ്റൊരു വാർത്തയുള്ളത് ഇലക്ട്രോണിക് വേ ബില്ലുമായി ബന്ധപ്പെട്ടതാണ്. ഈ വേ ബില്ലുകളുടെ എണ്ണം കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023 അപേക്ഷിച്ച് 16% വർദ്ധിച്ചു. ഫിനാൻഷ്യൽ ഇയർ 2024 110.11 കോടി ഈ വേ ബില്ലുകൾ ഉണ്ടായി. 2022 അത് 94.42 കോടി രൂപയായിരുന്നു. ഈ വേ ബില്ലുകൾ, അതായത് ഇലക്ട്രോണിക് വേ ബിൽ എന്നത് ഒരു നിശ്ചിത തുകയേക്കാൾ കൂടുതൽ മൂല്യമുള്ള ചരക്ക് നീക്കുന്നതിന് ആവശ്യമായ ഒരു രേഖയാണ്. ഈ ഒരു ഡാറ്റയ്ക്ക് ശേഷം 7 വർഷത്തെ GST സുസ്ഥിരവും കരുത്തുറ്റതുമായ സാമ്പത്തിക വളർച്ചയാണ് നേടിയതെന്ന് ഫിനാൻസ് മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. അടുത്തതായി വിൻഫോൾ ടാക്സ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. തിങ്കളാഴ്ച പുറത്തുവിട്ട വിജ്ഞാപനം അനുസരിച്ച് ഇന്ത്യൻ സർക്കാർ പെട്രോളിയം ക്രൂഡിന്റെ വിൻഫോൾ ടാക്സ് മെട്രിക് ടണ്ണിന് 3250 രൂപയിൽ നിന്ന് 6000 രൂപയായി ഉയർത്തി. വിൻഫോൾ ടാക്സ് വർദ്ധിപ്പിച്ചത് പെട്രോളിയം റിലേറ്റഡ് ആയ സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ആവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ONGC, ഓയിൽ ഇന്ത്യ, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികൾക്ക് നെഗറ്റീവ് ആവാനുള്ള സാധ്യതയാണുള്ളത്. അടുത്തതായി സ്റ്റോക്കുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക്. ആദ്യം സൗത്ത് ഇന്ത്യൻ ബാങ്ക് Q1 ബിസിനസ് അപ്ഡേറ്റിലേക്കാണ്. ഗ്രോസ് അഡ്വാൻസസ് 11.4% വർധനവുണ്ടായി. ഡെപ്പോസിറ്റുകളിൽ 8.4% വർധനവും. കാസ റേഷ്യോ 32.64% കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഈ വർഷം അത് 31.87 ഉള്ളത്. മറ്റൊരു കമ്പനി BLS ഇന്റർനാഷണൽ ആണ്. ഐഡാറ്റ എന്ന കമ്പനി ഏറ്റെടുക്കുന്നതിന് തുർക്കിഷ് റെഗുലേറ്ററി അതോറിറ്റിയിൽ നിന്ന് അനുമതി ലഭിച്ചു. ഏറ്റെടുക്കൽ ജൂലൈ 20 പൂർത്തിയാകും. അടുത്തത് JTL ഇൻഡസ്ട്രീസ് ആണ്. Q1 സെയിൽസ് വോളിയത്തിൽ 10.8% വർധനവ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നു. അടുത്തത് DCX സിസ്റ്റംസ് ആണ്. കമ്പനിക്ക് 1250 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലാർസൺ ആൻഡ് ടുബ്രോയിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഇന്ത്യ സിമന്റ്, ഇൻഡസ് ടവേഴ്സ് എന്നിവയാണ്. ഇനി നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണിയോടുകൂടിയാണ്. 10 മണി മുതൽ 3:30 വരെ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കും.
ഒത്തിരിയേറെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന സ്റ്റോക്കുകളെക്കുറിച്ചും അതുപോലെ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും എല്ലാം നമ്മൾ അവിടെ സ്റ്റഡി പർപ്പസിന് വേണ്ടി പറയുന്നുണ്ട്. ഒത്തിരിയേറെ എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു സെഷൻ തന്നെയാണത്. അതുകൊണ്ട് ആരും അത് മിസ്സാക്കാതിരിക്കുക. എല്ലാവരും ലൈവ് കാണാൻ ശ്രമിക്കുക. മാത്രമല്ല, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സുമായിരുന്നു ലീഡ് ചെയ്തിരുന്നതെങ്കിൽ ഇന്നലെ മിഡ് ക്യാപ് സെഗ്മെന്റാണ് ഔട്ട് പെർഫോം ചെയ്തത്. ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുകയും ചെയ്തു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഏർണിംഗ് സീസൺ അടുത്ത ആഴ്ച ആരംഭിക്കാനിരിക്കുകയാണ്. ബെറ്റർ ഏർണിംഗ് സീസൺ എക്സ്പെക്ടേഷനിൽ IT സ്റ്റോക്കുകൾ ഉയരുകയുണ്ടായി. സിമന്റ് സ്റ്റോക്കുകൾ വീണ്ടും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഓട്ടോ സെയിൽസ് ഡാറ്റയ്ക്ക് ശേഷം ഓട്ടോ സ്റ്റോക്കുകൾ ഉയരുകയുണ്ടായി. നിഫ്റ്റിയിലേക്ക്. മാർക്കറ്റ് ഇന്നലെ ഒരു നാരോ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തത്. ജൂലൈ മാസം ആരംഭിച്ചത് ഒരു പോസിറ്റീവ് നോട്ടിലാണ്. ഒരു റേഞ്ച് ബൗണ്ട് ആക്ഷനാണ് ഇന്നലെ കാണാൻ സാധിച്ചത്. പോസിറ്റീവ് ചാർട്ട് പാറ്റേൺ ആയ ഹയർ ടോപ്പ് ബോട്ടം ഫോർമേഷനാണ് നിഫ്റ്റിയിൽ ഫോം ആവുന്നത്. കൂടാതെ RSI MACD എന്നിവ പോസിറ്റീവ് ബയാസിലാണുള്ളത്. ഇത് പോസിറ്റീവ് മൊമെന്റം കൂട്ടുന്നു. ഒരു റിവേഴ്സലിന്റെ ഇൻഡിക്കേഷൻ ഒന്നും ഇപ്പോൾ നിഫ്റ്റിയിൽ കാണുന്നില്ല. നിഫ്റ്റിയുടെ ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവായി തുടരുന്നു. അപ്പർ സൈഡിൽ 24,400 മുതൽ 24,500 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,800 ആണ്. അടുത്തത് ഡേ ക്യാൻഡിലാണ്. ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണിന് സമാനമായ ക്യാൻഡിലാണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം കോൾ സൈഡിൽ 25,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 24,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,700 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 24,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,000-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയാണ്. ആദ്യം ATM സ്ട്രൈക്കായി 24,150-ൽ 111% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. 32% വർധനവ് മാത്രമാണ് കോൾ സൈഡിലുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. 24,100 സ്ട്രൈക്കിൽ 104% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. 7% മാത്രം വർധനവ് കോൾ സൈഡിൽ കാണാം. ഷോർട്ട് ബിൽഡപ്പ്. 24,200 സ്ട്രൈക്കിൽ 66% വർധനവ് പുട്ട് സൈഡിൽ. ലോങ് ബിൽഡപ്പ്. 2% വർധനവ് കോൾ സൈഡിൽ കാണാം. ഷോർട്ട് ബിൽഡപ്പാണ്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് കുറച്ച് സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 2 ദിവസത്തെ ഇടിവിന് ശേഷം വീണ്ടും ബാങ്ക് നിഫ്റ്റി തിരിച്ചു കയറുകയുണ്ടായി. 233 പോയിന്റ്സ് ഉയർന്ന് 52,575-ലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,500-ആണ്. അപ് സൈഡിലേക്ക് വന്നാൽ 52,800 മുതൽ 53,000 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവലാവാനും സാധ്യതയുണ്ട്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. 53,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്ക്. അതിനുശേഷം 54,000 സ്ട്രൈക്കും അതിനുശേഷം 54,500 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 52,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 52,500 സ്ട്രൈക്കിലും അതിനുശേഷം 51,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 53,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,500-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക്. 13.83-ൽ 0.20% ഉയർന്നാണ് ഇന്നലെ ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDE ആക്ടിവിറ്റിയാണ്. FIs ഇന്നലെ സെല്ലിങ്ങിലേക്ക് പോയിരുന്നു. 426 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIs ആവട്ടെ 3,917 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. DIs കഴിഞ്ഞ 2 ദിവസം കൊണ്ട് മാത്രം 10,000 കോടി രൂപയ്ക്ക് മുകളിൽ ബൈ ചെയ്ത് കഴിഞ്ഞു. US മാർക്കറ്റിലേക്ക്. മെഗാ ക്യാപ് ടെക് സ്റ്റോക്കുകളായ ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ടെസ്ല, ആമസോൺ എന്നിവയുടെ സഹായത്തോടെ നാസ്ഡാക്ക് ഉയരുകയുണ്ടായി. ഡൗ ജോൺസും S&P 500-ഉം ചെറിയ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ എന്നിവ 2% മുകളിൽ നേട്ടമുണ്ടാക്കി. സെക്കൻഡ് ക്വാർട്ടർ വെഹിക്കിൾ ഡെലിവറി ഡാറ്റയെ തുടർന്ന് ടെസ്ല 6.1% ഉയർന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ഉള്ളത് ഫെഡറൽ റിസർവ് ജെറോം പവലിന്റെ സ്പീച്ചാണ്. ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് സ്പീച്ച് ഉണ്ടാവുക. ഇന്നലെ ന്യൂയോർക്ക് ഫെഡ് പ്രസിഡന്റ് ജോൺ വില്യംസിന്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. പ്രൈസ് പ്രഷർ 2% ലക്ഷ്യത്തിലേക്ക് മടങ്ങുകയാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇൻഫ്ലേഷൻ കുറയുന്നു എന്നതിന്റെ പ്രതീക്ഷകളാണ് ഇൻവെസ്റ്റേഴ്സിന് ഇതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. LSEG ഡാറ്റയും ഇപ്രകാരം തന്നെയാണ് കാണിക്കുന്നത്. ഈ വർഷം 2 റേറ്റ് കട്ടുകൾക്കുള്ള സാധ്യതകളാണ് LSEG ഡാറ്റയും കാണിക്കുന്നത്. ഏതായാലും US ഇൻഫ്ലേഷൻ കുറയുന്നതും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതും ഇന്ത്യൻ മാർക്കറ്റിന്റെ വ്യൂവിൽ നല്ല കാര്യം തന്നെയാണ്. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്.
ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.75% നേട്ടത്തിലായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തത്. വിപ്രോ 1.48% നേട്ടത്തിൽ. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും HDFC ബാങ്ക് 0.38% ഇടിവിലുമാണ് ക്ലോസ് ചെയ്തത്. മെയ്ക്ക് മൈ ട്രിപ്പ് 2.37% നേട്ടത്തിലും റിലയൻസ് ഇൻഡസ്ട്രീസ് 0.86% ഇടിവിലും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സിൽ ഡൗ ജോൺസ് 0.14% ഇടിവിലാണ്. S&P 500 0.20% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ വിപണിയിലേക്ക് ഇന്നലെ ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയായിരുന്നു. UK മാർക്കറ്റ് FTSE 0.03% നേട്ടത്തിൽ. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.30% നേട്ടത്തിൽ. ഫ്രാൻസ് മാർക്കറ്റ് CAC ആണ് ഇന്നലെ വലിയ നേട്ടമുണ്ടാക്കിയത്. 1.09% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഒരു സമയത്ത് 2.5% അടുത്ത് വരെ നേട്ടമുണ്ടാക്കിയ ഫ്രാൻസ് മാർക്കറ്റ് പിന്നീട് ഒന്ന് കൂൾ ഓഫ് ആവുകയായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ റൗണ്ടിനോട് യൂറോപ്യൻ വിപണികൾ പ്രതികരിച്ചതായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. ജൂലൈ 7-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക. ഇന്ന് യൂറോപ്പിൽ നിന്നും യൂറോസോൺ ഇൻഫ്ലേഷൻ പ്രിന്റ് ആണ് വരാനുള്ളത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.13% ഇടിവിൽ, CAC 0.18% ഇടിവിൽ, FTSE 0.18% തന്നെ ഇടിവിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഏഷ്യ പസഫിക് മാർക്കറ്റുകൾ ചൊവ്വാഴ്ച ആരംഭിച്ചത് ഇടിവോടുകൂടിയാണ്. ഇന്നലെ US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തത് പോസിറ്റീവിലാണെങ്കിലും ഫ്യൂച്ചേഴ്സ് ഇടിവിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നലെ ഒരു ഡാറ്റ പുറത്തു വന്നത് സൗത്ത് കൊറിയയിൽ നിന്നുള്ള ഇൻഫ്ലേഷൻ നമ്പേഴ്സ് ആയിരുന്നു. ഇൻഫ്ലേഷൻ അവിടെ കുറഞ്ഞതായിട്ട് തന്നെയാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 24,240.50 എന്ന നിലയിലാണ്. 35 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് 30 മുതൽ 40 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.53% നേട്ടത്തിലാണ്. തായ്വാൻ മാർക്കറ്റ് 0.63% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.14% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക്. വിശാലമായ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തെക്കുറിച്ചുള്ള ഭയത്തിൻ്റെയും വേനൽക്കാല ഇന്ധന ആവശ്യകത വർദ്ധിക്കുമെന്ന പ്രതീക്ഷകളും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മാസം 6% നേട്ടത്തിലാണ് ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്തത്. ജൂലൈ 4-ന്റെ അവധിക്ക് മുന്നോടിയായി തിങ്കളാഴ്ച US ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് 2% മുകളിൽ നേട്ടമുണ്ടാക്കി. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $86.69 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.02% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $81.21 പെർ ബാരൽ എന്ന നിലയിൽ 0.12% നേട്ടത്തിൽ ട്രേഡ് ചെയ്യും. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.